ഓക്കെ, അപ്പോൾ ത്രെഡ് കട്ടിങ്ങിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ജസ്റ്റ് സാമ്പിൾ പറഞ്ഞിരുന്നു. അപ്പോൾ ത്രെഡ് കട്ടിങ്ങിൻ്റെ ജി കോഡ് എന്തായിരുന്നു? ത്രെഡ് കട്ടിങ്ങിൻ്റെ G33. അപ്പോൾ ഞാൻ ജി കോഡ് ഓൾറെഡി ആദ്യമേ എല്ലാം ഒന്നിച്ച് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു എല്ലാ കാര്യങ്ങളും അന്നേരം പറഞ്ഞിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, കുറച്ച് ഇമ്പോർട്ടൻസ് കോഡ്സ് മാത്രമേ ആ സമയത്ത് പറഞ്ഞിരുന്നുള്ളൂ. ബാക്കി ഞാൻ വരും ദിവസങ്ങളിൽ പറയാമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അതുപോലെ വരും ദിവസങ്ങളിൽ വരാൻ വെച്ചിരുന്ന ഒരെണ്ണമാണ് ത്രെഡ് കട്ടിങ് G33. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നത് ത്രെഡ് കട്ടിങ് മാത്രമായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല എക്സാമിനേഷന്. നമുക്കൊരു ഫേസിങ് ഓപ്പറേഷൻ, ഒരു ടേണിങ് ഓപ്പറേഷൻ, ഒരു ടേപ്പറിങ് ഓപ്പറേഷൻ, ഒരു ത്രെഡ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഫില്ലറ്റോ അല്ലെങ്കിൽ സർക്കുലർ കർവോ എന്തെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ഓരോ ഓപ്പറേഷൻസ് 1 by 1 ആണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഫസ്റ്റിൽ നമ്മൾ ഹോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടി പഠിച്ചു, സെക്കൻഡ് നമ്മളൊരു ടേണിങ്ങും ഒരു ടേപ്പറിങ്ങും ഉള്ളത് പഠിച്ചു ആണോ. പിന്നെ മൂന്നാമത്തെ നമ്മൾ സ്റ്റെപ്പ് കട്ടിങ് മാത്രമുള്ള പഠിച്ചു. ഇപ്പം 4ാമത്തെ പ്രോഗ്രാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇന്നത്തെ ത്രെഡ് കട്ടിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏത് കോമ്പിനേഷനിൽ വന്നാലും നിങ്ങൾക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റണം. മനസ്സിലായി? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സൈഡിൽ നോയ്സ് ഉണ്ടോ? ഞാൻ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫാൻ ഓഫ് ചെയ്യണോ? ഇല്ല സാർ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ശരി. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു ഇനിഷ്യലി നമ്മുടെ ഒറിജിൻ ഏതാണ്? സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണ്? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണോ. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേന് അതായത് ഇത് എക്സ്, ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എക്സും പിന്നെ ഹൊറിസോണ്ടൽ ഇസഡും ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇസഡ് ആണ്, വെർട്ടിക്കൽ എക്സും ഹൊറിസോണ്ടൽ ഇത്. മുകളിലോട്ടുള്ളത് എക്സ് നെഗറ്റീവാണ്, ലെഫ്റ്റിലോട്ടുള്ളത് എക്സ് ഇസഡ് നെഗറ്റീവാണ്. ഓക്കെ, അത് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ എടുക്കുക. ഓക്കെ, അത് ലേത്തിലുള്ള ഓപ്പറേഷൻസിനെല്ലാം നമ്മൾ ഈ ഒരു കൺവെൻഷൻ സിസ്റ്റമാണ്, സൈൻ കൺവെൻഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ്റെ മാത്രമേ ഉള്ളൂ, ഞാൻ ഡിഫറൻ്റ് ആയിട്ട് ഞാനത് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണ് ആദ്യം ലൊക്കേറ്റ് ചെയ്യുക. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യുക ടൂളിൽ നിന്ന് എവിടെയാ? ടൂളിൽ നിന്ന് 0.5 ഡിസ്റ്റൻസ് മാറിയിട്ടും ആണോ. എക്സ് ഡയറക്ഷന് 0.5 താഴോട്ടും ഇസഡ് ഡയറക്ഷനിൽ 5 മാറിയിട്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. കാരണം മനസ്സിലായില്ലേ? ഇതെത്രയാണ്? ഇത് 0.5. ഇതെത്രയാണ്? ഇത് 5. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണ് വെച്ചേക്കുന്നത്? അപ്പോൾ ആദ്യമേ നമ്മളൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചാൽ ഒറിജിൻ, സ്റ്റാർട്ടിങ്ങിലെ ഇനിഷ്യലിലെ ഒറിജിൻ എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ ഒറിജിൻ വെച്ചേക്കുന്നത് എക്സിൽ നിന്ന് നമ്മുടെ വർക്ക് പീസിൻ്റെ കോർണറിൽ നിന്ന് 0.5 ഡിസ്റ്റൻസ് എക്സ് താഴോട്ട് മാറിയിട്ട്, പിന്നെ 5 ഡിസ്റ്റൻസ് ഇസഡ് ഡയറക്ഷന് റൈറ്റിലോട്ട് മാറിയിട്ട് ആണോ. അങ്ങനെ അല്ലേ 0 വെച്ചേക്കുന്നത് ആണോ അല്ലേ? അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രോഗ്രാം എഴുതി തുടങ്ങുക. N01 അല്ലേ നമ്മൾ ആദ്യം എഴുതേണ്ടത്? സീക്വൻസ് കോഡല്ലേ അത് എഴുതേണ്ടത്? N01. അപ്പോൾ നിങ്ങൾ പറയുന്ന മാതിരി ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഏത് പൊസിഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്? അബ്സല്യൂട്ട് ആണോ ഇൻക്രിമെൻ്റൽ ആണോ? ഇൻക്രിമെൻ്റൽ ആണ്. സോ ഏത് കോഡാണ് ആദ്യം കൊടുക്കേണ്ടത്? G91 കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഇഞ്ചസിലാണോ മില്ലിമീറ്ററിലാണോ? മില്ലിമീറ്റർ. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് ഏത് കോഡാണ് കൊടുക്കേണ്ടത്? G71. അതിനുശേഷം എന്താ കൊടുക്കണ്ടേ? ഫീഡ് തന്നിട്ടുണ്ട്. ഫീഡ് ഇവിടെ തന്നെ mm/min. അപ്പോൾ ഫീഡിന്റെ എത്രയാണ് കൊടുക്കണ്ടേ? G94. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിൻ്റെ ആദ്യത്തെ 4 സ്റ്റെപ്പൊക്കെ സെയിം ആണ്. ഓക്കെ, അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത്? ഏതാണ്? സ്പിൻഡിൽ റൊട്ടേഷൻ. സ്പിൻഡിൽ റൊട്ടേഷൻ സ്പീഡ് കൊടുക്കാം. എത്ര തന്നിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. അപ്പോൾ എനിക്കൊരു 1000 കൊടുത്തട്ടെ. ഫീഡ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓരോരുത്തരും. അപ്പോൾ ഇത്രയും മതി. ഇതിനകത്ത് എന്താ കേട്ടില്ല?
സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണ് ആദ്യം കൊടുക്കണ്ടേ? ആ സ്പിൻഡിൽ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് കൊടുക്കാം. ഓക്കെ കൊടുത്തു. ക്ലോക്ക് വൈസിൻ്റെ കോഡ് എന്തുവാ? M03. 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 അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്പിൻഡിൽ സ്പീഡ് കൊടുക്കുന്നില്ലേ? എസ് ഒരു 1000 കൊടുത്താലോ? ഇനി എന്തുവാ? എൻഡ് ഓഫ് ബ്ലോക്ക് ആണല്ലോ, എൻഡ് ഓഫ് ബ്ലോക്ക്. ഇനി നമുക്ക് ഓൾറെഡി ടൂളിൻ്റെ 0 പൊസിഷൻ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ. 0 പൊസിഷൻ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടല്ലോ. നമ്മൾ ടൂൾ ഇനിഷ്യലി എവിടെ കൊണ്ടുവെക്കണം? ടൂൾ ഇനിഷ്യലി എവിടെ കൊണ്ടുവെക്കണം? ആ പൊസിഷനിൽ കൊണ്ടുവെക്കണം. ആ പൊസിഷനിൽ കൊണ്ടുവെക്കണമെങ്കിൽ റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് അല്ലേ വേണ്ടത്? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് അല്ലേ വേണ്ടേ? റാപ്പിഡ് ട്രാൻസ്ഫേഴ്സിൻ്റെ കോഡ് എന്താണ്? G00. എക്സ് എത്ര വേണ്ടത്? എക്സ് 0 -0.5. അല്ലല്ല, ആദ്യമേ നമ്മൾ ടൂള് കൊണ്ടുവെക്കുന്നത് എവിടാ? ഒറിജിൻ. എക്സ് 0-ലും ഇസഡ് 0-ലും ആണോ? ആണോ? എക്സ് 0-ലും ഇസഡ് 0-ലും കൊണ്ടുവെക്കുന്നത് എൻഡ് ഓഫ് ബ്ലോക്ക്. ഓക്കെ, ഇനി എന്തുവാ ചെയ്യണ്ടേ? ഇനി അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം? എഡ്ജിലോട്ട് കൊണ്ടുപോകാൻ ടൂൾ. ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവച്ചേക്കുക നമ്മൾ ടൂള്. ഇനി നിങ്ങൾ ആ ലോജിക്കലി ആലോചിച്ച് നോക്ക്. ഇനി നമുക്ക് ഇനിഷ്യൽ ഫീഡ് എത്ര കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഫീഡ് 1 എത്ര കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? ഫീഡ് 1 എത്ര കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനകത്ത് നോക്കിയേ. ഫീഡ് 1 ഇനിഷ്യൽ ഫീഡ് 1 എത്ര കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്? 0.6. അപ്പോൾ 0.6 mm നമ്മൾ കൊടുക്കുമ്പോൾ ഈ ടൂൾ എവിടെ നിൽക്കും? ഓൾറെഡി ഇത്രയും 0.5 പിന്നെ എവിടെ നിൽക്കും? അതുകൊണ്ട് ഇവിടെ നിൽക്കും. നിൽക്കത്തില്ലേ? ഓൾറെഡി 0.5 ഉണ്ട്. എത്ര? വർക്ക് പീസിൽ നിന്ന് ടൂളിൻ്റെ ഡിസ്റ്റൻസ് 0.5 അല്ലേ? വർക്ക് പീസിന് ടൂളിൻ്റെ ഡിസ്റ്റൻസ് ഓൾറെഡി 0.5 അല്ലേ? അപ്പോൾ 0.6 mm കൊണ്ടുവെക്കാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വർക്ക് പീസിൻ്റെ ലെവലിൽ നിന്ന് 1 mm കയറ്റി വെക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? 1 mm കയറ്റി വെക്കുക എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? ആണോ? അതെ. അപ്പോൾ നമുക്ക് അടുത്ത പൊസിഷൻ എന്തുവാ? N03 G00. എക്സ് എവിടെ കൊണ്ടുവെക്കണം? എക്സ് എവിടെ കൊണ്ടുവെക്കണം? എക്സ് എവിടെ കൊണ്ടുവെക്കണ്ടേ? ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 0.6 mm ഇനിഷ്യൽ ഫീഡ്. അപ്പോൾ എക്സ് എവിടെ കൊണ്ടുവെക്കണം? 0.6 കൊടുക്കാൻ പറ്റുമോ? മുകളിലോട്ടാണ് പോകണ്ടേ? മുകളിലോട്ട് പോകുമ്പോൾ എന്തോ നെഗറ്റീവ് ഡയറക്ഷനാണോ? -0.6. ഇസഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇസഡ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ഡയറക്ഷന് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? ഇസഡിൻ്റെ വാല്യൂ എന്ത് തന്നെ കൊടുക്കാം? 0. ഓക്കെ, ഫീഡ് എത്ര തന്നേക്കുന്നത് ക്വസ്റ്റ്യനകത്ത്? F250 കൊടുക്കാമല്ലോ. F250 കൊടുക്കാമല്ലോ. അടുത്തെന്തുവാ? എൻഡ് ഓഫ് ബ്ലോക്ക് അവിടെ കൊണ്ടുവച്ച് ആ ഒരു ലൈനിൽ ഫീഡ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത ലൈനിൽ കൊടുത്താലും മതി, ആ ലൈനിൽ കൊടുത്താലും പ്രശ്നമില്ല. ഓക്കെ, ഇനി N04. ഇപ്പോൾ ഇവിടെ റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് ആണ്. ഇവിടെ ഫീഡ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ. N04 ഇനി എന്തുവാ ചെയ്യണ്ടേ? നമ്മൾ ആ പൊസിഷനിൽ കൊണ്ടുവച്ച് ഇനി എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? -60 എന്തായാലും മൂവ് ചെയ്യണം. പക്ഷേ ടൂൾ ഇരിക്കുന്നത് എവിടാ സത്യത്തിൽ? ഇപ്പോൾ ടൂൾ ഇരിക്കുന്നത് എവിടാ? 5 mm റൈറ്റിലോട്ട് മാറിയിട്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം ടോട്ടലി? ഇത്ര എന്തായാലും മൂവ് ചെയ്യും. പിന്നെ എന്തും കൂടെ മൂവ് ചെയ്യണം. ഈ 5 കൂടെ മൂവ് ചെയ്തെങ്കിൽ മാത്രമല്ലേ ഇവിടം വരെ വരത്തുള്ളൂ. ആണോ? 5 mm റൈറ്റിലോട്ട് ടൂൾ വർക്ക് പീസിൽ നിന്ന് 5 mm റൈറ്റിലോട്ട് മാറിയിട്ടല്ലേ ഇപ്പോൾ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇസഡ്. ആണോ?
നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യണം, മനസ്സിലായില്ലേ? വർക്ക് പീസിൽ നിന്ന് 5 mm റൈറ്റിലോട്ട് മാറിയിട്ടാണ് ഇപ്പോൾ ടൂൾ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് പീസിനകത്ത് 60 മില്ലിമീറ്റർ ലെങ്ത് ത്രെഡ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടൂൾ മൊത്തം എത്ര ലെങ്ത് മൂവ് ചെയ്യേണ്ടി വരും? 65. വെരി സിമ്പിൾ ലോജിക്ക്. അപ്പം നമ്മൾ ലീനിയർ ഇൻഡക്ഷൻ്റെ ഏത് കോഡാണ് കൊടുക്കേണ്ടത്? G01 ആണ്. എക്സിന് വല്ല മാറ്റം ഉണ്ടോ? എക്സിൻ്റെ കൊടുക്കണ്ട, എക്സിന് നമുക്ക് മാറ്റമില്ല. എക്സിൻ്റെ ആവശ്യത്തിന് കട്ടിങ് ഒന്നും ഇല്ല, ഓൾറെഡി നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇസഡിൻ്റെ എത്ര കൊടുക്കണ്ടേ? ഇസഡ് എത്ര കൊടുക്കണ്ടേ? -65. പക്ഷേ ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. G01 അല്ല ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇത് ലീനിയർ ഇൻ്റർപോളേഷൻ അല്ല സത്യം പറഞ്ഞാൽ. G01 അല്ല, G01 വരെ എന്താ വെക്കണ്ടേ? G33 ഉപയോഗിക്കേണ്ടത്. ത്രെഡ് കട്ടിങ്ങാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 60 ലെങ്തിലെ ത്രെഡ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 65 ഡിസ്റ്റൻസ് ആണ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ G01 ആണ് ഉപയോഗിക്കേണ്ടത് അതോ G33 ആണ് ഉപയോഗിക്കേണ്ടത്? G33 ആണ് ഉപയോഗിക്കേണ്ടത്. തെറ്റെടുത്ത് കേട്ടോ. അപ്പോൾ G33 Z -65 കൊടുത്തു. നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കൊടുക്കേണ്ട ഒരു കാര്യമാണ് ത്രെഡിൻ്റെ പിച്ച് എത്രയാണെന്ന് കൊടുക്കണം. പിച്ച് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? 3 mm. അവിടെ ത്രെഡ് പിച്ച് കൊടുക്കേണ്ടത് K എന്ന് പറയുന്ന വാല്യൂ ആൽഫബറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ കൊടുക്കുമ്പോൾ G33 Z -65 K3 എന്ന് പറയുമ്പോൾ G33 എന്ന കമാൻഡ് കൊടുക്കുമ്പോൾ മെഷീൻ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാവും. എന്ത് മനസ്സിലാവും? ഓക്കെ, ത്രെഡ് കട്ടിങ് ആണ് ചെയ്യേണ്ടത്. എത്ര ലെങ്ത് കട്ട് ചെയ്യണം? 65 ലെങ്തിൽ കട്ട് ചെയ്യണം. അവിടെ 65 ലെങ്തിൽ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും 60 ലെങ്തിൽ മാത്രമേ വർക്ക് പീസ് ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ്ലി 60 ലെങ്തിലേ കട്ട് ചെയ്യത്തുള്ളൂ. 5 mm വർക്ക് പീസ് ഇല്ല. പിന്നെ K3 എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻഡ് ഓഫ് ബ്ലോക്ക്. അപ്പോൾ ഈ ഇത്രയും കഴിയുമ്പോഴത്തേന് ഇനിഷ്യൽ ഫീഡ് ആയ 0.6 നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മൾ ടൂൾ എവിടെ വന്ന് നിൽക്കുവാണ്? ഇനി എനിക്ക് എൻ്റെ ഞാൻ ഇവിടെ ഇൻക്രിമെൻ്റൽ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടല്ലോ, എനിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ടൂൾ എവിടെ കൊണ്ടുവെക്കുന്നത്? എൻ്റെ പഴയ ഒറിജിൻ എവിടെയാണോ അവിടെ കൊണ്ടുവെക്കുന്നത്. എൻ്റെ പഴയ ഒറിജിൻ എവിടായിട്ട് വരും? 65 റൈറ്റിലോട്ട് മാറിയിട്ടും പിന്നെന്തുവാ 0.6 താഴോട്ട് മാറിയിട്ടും അല്ലേ? 0.6 അല്ലേ ഞാൻ മുകളിലോട്ട് കൊടുത്തത്. ഇപ്പം 0.6 താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ പഴയ പൊസിഷനിൽ വന്ന് നിൽക്കത്തില്ലേ? 0.6 അല്ലേ ഞാനിപ്പോൾ മുകളിലോട്ട് കയറ്റി വെച്ചേക്കുന്നത്. ഇനിഷ്യലി എക്സ് 0.6 എന്നല്ലേ കൊടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ 0.6 കൊടുത്ത 0.6 താഴോട്ട് ഇറക്കി വെച്ച് പിന്നെ കൊടുത്ത 65 ഞാൻ റൈറ്റിലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റ് വന്ന് നിൽക്കത്തില്ലേ? ആ പോയിന്റ് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് അടുത്തത് N05 റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് കൊടുക്കുക. G00 റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് എക്സ് എവിടോട്ട് കൊണ്ടുവരുന്നത്? എക്സ് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? താഴോട്ട് ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, താഴോട്ടെന്ന് പറയുമ്പോൾ എക്സ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഒറിജിൻ എവിടാ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്? ഇപ്പോഴത്തെ ഒറിജിൻ ഏതാ? കട്ടിംഗ് ടൂള് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഒറിജിൻ. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് 0.6 താഴോട്ട് മൂവ് ചെയ്യുന്ന പറയുമ്പോഴത്തേന് എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അപ്പോൾ എക്സ് എന്തുമായിരിക്കും? 0.6 അല്ലേ? ആണോ?
എൻഡ് ഓഫ് ബ്ലോക്ക്. നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ബ്ലോക്കായിട്ട് കൊടുക്കാം. അപ്പോൾ X.6 ഞാൻ താഴോട്ട് മൂവ് ചെയ്ത്. അപ്പോൾ അവിടെ പോസിറ്റീവ് കൊടുക്കാൻ കാരണം എന്താ? പോസിറ്റീവ് കൊടുക്കാൻ കാരണം എന്താ? ഡൗൺവേർഡ് ഡയറക്ഷൻ. നമ്മുടെ ഇപ്പോഴത്തെ ഒറിജിൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ കട്ടിംഗ് ടൂൾ വന്ന് നിൽക്കുന്ന പൊസിഷനാണ്. അപ്പോൾ അത് ആ പൊസിഷനെ വെച്ച് നോക്കുമ്പോഴത്തേന് താഴോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സ് പോസിറ്റീവാണ്. ഇനി അടുത്തത് ഇനി എന്ത് ചെയ്യണം? നമുക്ക് എക്സ് നമ്മൾ മൂവ് ചെയ്ത് ഇനി നമുക്ക് വീണ്ടും നമ്മൾ ഇസഡ് മൂവ് ചെയ്യണം അല്ലേ? ഇപ്പോഴത്തെ എൻ്റെ ഒറിജിൻ ഏതാ? X.6 പിന്നെന്തുവാ ഇപ്പോഴത്തെ എൻ്റെ താഴോട്ട് വന്ന് നിൽക്കുമല്ലേ? X+6 വന്ന് നിൽക്കുക. ഇനി എനിക്ക് റൈറ്റിലോട്ട് എന്തിനാ മൂവ് ചെയ്യണം? റൈറ്റിലോട്ട് ആരെ മൂവ് ചെയ്യണം? ടൂളി മൂവ് ചെയ്യണം. എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? ഇനിഷ്യൽ ഒറിജിനിൽ കൊണ്ടുവരണമെങ്കിൽ എത്ര? +65 മൂവ് ചെയ്യണ്ടേ? ആണോ? 60 ഡിസ്റ്റൻസ് ത്രെഡിൻ്റെ ലെങ്ത് +5 കൂടെ മൂവ് ചെയ്താലേ ഇനിഷ്യൽ ഒറിജിനിൽ വരത്തുള്ളൂ. അപ്പോൾ എൻഡ് ഓഫ് ബ്ലോക്ക്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് കഴിഞ്ഞ പ്രോഗ്രാമൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിച്ചവർക്ക് ഇത് സിമ്പിളായിട്ട് മനസ്സിലാവും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. ഇനി നമ്മൾ എന്തുവാ? ഇനി അടുത്ത ഫീഡ് കൊടുക്കണം. അടുത്ത ഫീഡ് എന്തുവാ? 0.9 കൊടുക്കുക. 0.9 നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ടൂൾ എവിടെ ഇരിക്കുന്നത്? ഞാൻ ആദ്യം എവിടെയാണോ വർക്ക് ചെയ്തത്, ആദ്യം ഞാൻ എവിടെയാണോ വെച്ചത് ആ പോയിന്റിൽ തന്നെ ടൂൾ വന്നിരിക്കുന്നത്. ആണോ അല്ലേ? അതെ, ഞാൻ ആദ്യം എവിടെയാണോ വെച്ചത് ആ പോയിന്റ് തന്നെ ടൂൾ വെച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യേണ്ട N07. ഇനി അടുത്ത സെക്കൻഡ് ഫീഡ് കൊടുക്കാൻ പോവാം G00. അപ്പോൾ ഇനിഷ്യലി നമ്മൾ വെച്ച പോയിന്റ് ഇരിക്കും നമ്മുടെ ടൂൾ ഇപ്പം. ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത് എക്സ് എത്രയാണ് കൊടുക്കുന്നത്? എക്സ് എത്രയാണ് കൊടുക്കണ്ടേ? സെക്കൻഡ് ഫീഡ് എത്ര? -0.9. കാരണം -0.9 പറയാൻ കാരണം എന്താ? ഇനിഷ്യൽ പോയിന്റിൽ നമ്മൾ എങ്ങോട്ടാണ് ഫീഡ് കൊടുക്കുന്നത്? മുകളിലോട്ടല്ലേ? എക്സ് എങ്ങോട്ടാണ് കൊടുക്കണ്ടേ? എക്സ് മുകളിലോട്ട് എന്തുവാ? നെഗറ്റീവ് അല്ലേ? എൻഡ് ഓഫ് ബ്ലോക്ക് തീർന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ആ ലെങ്തി കൊണ്ടുവച്ചിട്ട് വീണ്ടും അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ത്രെഡ് കട്ട് ചെയ്യണം. എത്ര ലെങ്തി കട്ട് ചെയ്യണം? -65 അല്ല, -65. കാരണം എന്താ? ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. ടുവേർഡ്സ് ലെഫ്റ്റ് -65 ആണ്. ആണോ? കെ എത്ര കൊടുക്കണ്ടേ? കെ എത്ര കൊടുക്കണ്ടേ? 3 കൊടുക്കുക. എൻഡ് ഓഫ് ബ്ലോക്ക് ആണല്ലോ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ N09 G00. ഇപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒറിജിൻ ഏതാ? എവിടെ നിൽക്കുന്നത്? ആ കട്ടിംഗ് ടൂൾ വന്ന് കട്ട് ചെയ്ത് തീർന്ന് വന്ന് നിൽക്കുന്ന പോയിന്റ്. ആ പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇനി പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എക്സ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? എക്സ് ഇപ്പോൾ എത്ര കൊടുത്തത്? 0.9 അല്ലേ കൊടുത്തത്? 0.9 മുകളിലോട്ട് കൊടുത്തു. അപ്പം മൈനസ് ആയിരുന്നു. ഇനി 0.9 താഴോട്ട് ഇറക്കണം, എന്നാലേ പ്രീവിയസ് പൊസിഷനിൽ വരത്തുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എക്സ് പോസിറ്റീവ്. സിമ്പിൾ. എക്സ് 0.9 കൊടുക്കുക, എൻഡ് ബ്ലോക്ക് കൊടുക്കുക. എന്നിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പഴയ പൊസിഷനിൽ കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഇസഡ് എത്ര കൊടുക്കണം? ഇസഡ് റൈറ്റ് +55 ആണോ? എൻഡ് ഓഫ് ബ്ലോക്ക്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓരോ സ്റ്റെപ്പിലും നമ്മുടെ ടൂൾ എങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റണം. അല്ലാതെ ചുമ്മാതെ പ്രോഗ്രാം ചെയ്താൽ പറ്റത്തില്ല. ആണോ? അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ ഫൈനൽ പൊസിഷന് വന്നിരുന്നു. ഇനി എന്തുവാ? N11 M02 എന്ന് വെച്ചാൽ എന്താ? M02 എന്തുവാ?
എൻ്റെ പ്രോഗ്രാം റിട്ടേൺ ടു സ്റ്റാർട്ട് അല്ലേ? എൻ്റെ ബ്ലോക്ക് ഇത്രേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാം മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഒരു പ്രോഗ്രാം മനസ്സിലായി? എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഒരു ലൈൻ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ കൂടെ നമ്മളിവിടെ ഫേസ് ചെയ്തില്ലല്ലോ. ഏതാ ഫേസ് ചെയ്തില്ല? ഫേസിങ് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇവിടെ ചെയ്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്തില്ല. ഫേസിങ് ഞാൻ ചെയ്തില്ല. നിങ്ങൾക്ക് ആ ഫേസിങ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഒരു വട്ടം ഫേസ് ചെയ്യുക, അപ്പം നമ്മുടെ സർഫസ് ഒന്നുകൂടെ ക്ലീൻ ആകുമല്ലോ. അത് ഫേസിങ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രശ്നമില്ല. ഞാൻ ഫേസ് ചെയ്തില്ല, അത്രേ ഉള്ളൂ. ഫേസ് ചെയ്യാതെ ത്രെഡിങ് ചെയ്തു. ഓക്കെ ഫേസ് ചെയ്യാൻ വേണ്ടവർക്ക് ചെയ്യാം, പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ അപ്പോൾ ഈ താനം ചോദിക്കുന്നത് ഓരോരോ ഓപ്പറേഷനായിട്ടല്ല ചോദിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഫേസിങ്, ടേണിങ്, ത്രെഡിങ്, ടേപ്പറിങ് ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേന് ഇത് ഈ ഒരു വലിയൊരു പ്രോഗ്രാം ആയിരിക്കും ചോദിക്കുന്നത്. ഒരു 1.5 പേജ് കാണും എഴുതി വരുമ്പോഴത്തേന്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരിക്കലും നിങ്ങൾ എല്ലാവരും എഴുതുന്ന പ്രോഗ്രാം ഐഡൻറ്റിക്കൽ ആയിരിക്കത്തില്ല. എല്ലാവരും എഴുതുമ്പം ഡിഫറെൻറ്റ് ലോജിക്കായിരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? പല പല രീതിയിലായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ലോജിക്ക് നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന പ്രോഗ്രാം ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ലോജിക്കലി ആ സാധനം കറക്റ്റ് ആയിരിക്കണം. ഇതിനകത്ത് ലോജിക്കലി കറക്റ്റ് ആയിരിക്കണം. ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നത് കറക്റ്റാണ്, കോഡ് യൂസ് ചെയ്യുന്നത് കറക്റ്റാണ്. അല്ലെങ്കിൽ പക്ഷേ ഈ ടൂള് റിട്രീവ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ 0.9 റിട്രീവ് ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുക എനിക്ക് 0.9 അല്ല റിട്രീവ് ചെയ്യും, എനിക്ക് 0.10 റിട്രീവ് ചെയ്യണം. പക്ഷേ എങ്ങനെയെങ്കിലും ബാക്ക് ടു ഒറിജിനൽ പൊസിഷനെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, അങ്ങനെ എന്തും ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ലേത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ മെഷീൻ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റേതായിട്ടൊരു രീതിയിലായിരിക്കും ടൂൾ റിട്രീവ് ചെയ്യുന്നതും ടൂൾ ഫീഡ് കൊടുക്കുന്നതും എല്ലാം. അതേ ആ സംഭവം കോൺസെപ്റ്റ് നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് അപ്ലൈ ചെയ്യാം. പ്രോഗ്രാം ചിലപ്പോൾ കുറച്ച് ലെങ്തി ആവുമായിരിക്കും, അല്ലെങ്കിൽ പ്രോഗ്രാം കുറച്ച് ഷോർട്ട് ആവുമായിരിക്കും. അതൊന്നും പ്രശ്നമല്ല. ലോജിക്കലി പ്രോഗ്രാം കറക്റ്റായാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ ത്രെഡ് കട്ടിങ്ങിൻ്റെ സാധനം ഈ ഒരു അപ്പോൾ ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എവിടെ ഒറിജിൻ ഇരിക്കുന്നത്. ഒറിജിൻ ആകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 20 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിൻ്റെ ഇനിഷ്യലി ഇതില്ല. ഇനിഷ്യലി ഈ കർവൊന്നും ഇല്ല കേട്ടോ. ഇനിഷ്യലി 20 mm ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിൻ്റെ ഒരു കോർണറിലാണ് ഒറിജിൻ. കണ്ടോ? A00 ആണ്. ആ കോർണറിലാണ് നമ്മുടെ ഒറിജിൻ തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമേ നമുക്ക് തരുന്നത് ഇങ്ങനെ ഒരു ബ്ലോക്ക്, ഇങ്ങനെ ഒരു ഷാഫ്റ്റല്ലേ തരുന്നത് അല്ലേ? അല്ലാതെ ഇങ്ങനെ കർവൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യമേ തരുന്ന ആ ഷാഫ്റ്റിൻ്റെ ആ കോർണറിലാണ് നമ്മുടെ ഒറിജിൻ ആദ്യമേ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതിൻ്റെ എക്സ് എവിടെയാണ്, വൈ എവിടെയാണ്, എക്സ് എവിടെയാണ്, ഇസഡ് എവിടെയാണ്, എക്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, എല്ലാം തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. ഇസഡ് അല്ല, എക്സ് അല്ല, -z ആണ്. ഓക്കെ നിങ്ങൾ പറ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ സർക്കുലർ ഇൻ്റർപൊളേഷൻ്റെ എന്താണ് G02 ക്ലോക്ക് വൈസിൻ്റെയും G03 എന്താണ് കൗണ്ടർ ക്ലോക്ക്. അപ്പോൾ ഇത് സർക്കുലർ ഇൻ്റർപൊളേഷൻ്റെ കാര്യം നമ്മൾ കോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സും ഇസഡും കൊടുക്കുന്ന പോലെ തന്നെ അടുത്ത് വേറൊരു ഡിസ്റ്റൻസ് കൂടെ കൊടുക്കണം. എക്സ്, വൈ, ഇസഡ് 3 ഡിസ്റ്റൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇത് ജനറലായിട്ട് പറഞ്ഞിട്ട് പോവാം. സർക്കുലർ ഇൻ്റർപൊളേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് 3 ഡിസ്റ്റൻസ് ഉണ്ട്. എക്സ് ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് എക്സ് എത്രയാണ്, വൈ എത്രയാണ്, ഇസഡ് എത്രയാണ് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു 2-3 മെഷർമെൻറ്റ് കൂടെ നമുക്ക് എഴുതേണ്ടി വരും. ഐ ജെ കെ എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് ഒരു സർക്കുലർ ഇൻ്റർപൊളേഷൻ, സർക്കുലർ ആർക്ക് വരയ്ക്കേണ്ടി വരത്തില്ലേ? അല്ലേ? സർക്കുലർ ആർക്ക് വരയ്ക്കേണ്ടി വരത്തില്ല. ഇങ്ങനെ ഒരു സെൻറ്റർ കാണുമല്ലോ. ആ സെൻറ്ററിൽ നിന്ന് എക്സ് ഡയറക്ഷൻ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ഐ. ആ സെൻറ്ററിൽ നിന്ന് വൈ ഡയറക്ഷൻ ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ജെ.
ആ സെൻട്രലിൽ നിന്ന് ഇസഡ് ഡയറക്ഷൻ എത്ര ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് കെ. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു ആർക്ക് വരയ്ക്കണം. ആ ആർക്കിൻ്റെ സെൻട്രൽ നിന്ന് എക്സ് ഡയറക്ഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മുടെ ആ ഒറിജിനുമായിട്ട് നമ്മൾ ആ പോയിൻ്റ് ഇപ്പോൾ ടൂള് നിൽക്കുന്ന ആ ഒറിജിനുമായിട്ട് ടൂള് നിൽക്കുന്ന ആ പോയിൻറ്റുമായിട്ട് എക്സ് ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അതാണ് ഐ എന്ന് പറയുന്നത്. വൈ ഡയറക്ഷനിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ജെ എന്ന് പറയുന്നത്. ഇസഡ് ഡയറക്ഷൻ എത്ര ഡിസ്റ്റൻസ് അതാണ് കെ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ സർക്കുലർ ഇൻ്റർപോളേഷൻ കൊടുക്കുന്ന സമയത്ത് ഐ എക്സ് വൈ ഇസഡിൻ്റെ വാല്യൂ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ഡിസ്റ്റൻസിലൂടെ കൊടുക്കണം? ഐ ജെ കെ കൂടെ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് എക്സും ഇസഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് മാത്രം കൊടുത്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിനകത്ത് എക്സും ഇസഡും മാത്രമേ ഉള്ളൂ, വൈ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് മാത്രം കൊടുത്താൽ മതി? ഐ ആൻഡ് കെ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഇനിഷ്യലി എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് പറ? ഓക്കെ, N01 ഞാൻ ആദ്യം എടുക്കുന്നത് ഏത് മെത്തേഡ് ഓഫ് പൊസിഷനിങ് സിസ്റ്റമാണ്? ഇൻക്രിമെൻ്റൽ ആണോ അതോ സോ G91 ആണ് ഉപയോഗിക്കേണ്ടത്. G91 ആണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഡയമെൻഷൻ കൊടുക്കുന്നത് മില്ലിമീറ്റർ ആണോ ഇഞ്ചസിലാണോ? G71 എടുക്കുന്നു. അതിനുശേഷം എന്താണ് കൊടുക്കേണ്ടത്? G90 ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല. അപ്പോൾ G94 തന്നെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് എന്താണ്? സ്പിൻഡിൽ റൊട്ടേഷൻ M03 കൊടുത്തു. അതിനുശേഷം സ്പിൻഡിൽ സ്പീഡ് എത്ര കൊടുക്കുന്നത്? ഇത് ഇത്രയും നിങ്ങൾക്ക് ഒറ്റ ബ്ലോക്കായിട്ട് എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ ഒറ്റ ബ്ലോക്കായിട്ട് എഴുതുന്നേ ഉള്ളൂ. വേണമെങ്കിൽ 2-3 ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, അതൊന്നും പ്രശ്നമില്ല. ഇതിപ്പോൾ ഒരു എൻ്റെ ബ്ലോക്കും എടുത്തിട്ട് അടുത്ത ലൈനിൽ N02 കൊടുത്തിട്ട് അടുത്ത സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിലും എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് പ്രോഗ്രാം അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും എഴുതേണ്ടത്. അത് നമുക്ക് പ്രശ്നമില്ല. എൻ്റെ ബ്ലോക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ടൂൾ ഇനിഷ്യലി എവിടെ കൊണ്ടുവെക്കണം? ഇനിഷ്യലി എവിടെ കൊണ്ടുവെക്കണം? അപ്പോൾ നമ്മൾ റാപ്പിഡ് ട്രാൻസ്ഫേഴ്സ് അല്ലേ കൊടുക്കണ്ടേ? എക്സ് 0 കൊടുക്കണം, ഇസഡ് 0 കൊടുക്കണം. ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഫേസിങ് ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലേ ആഗ്രഹം. നിങ്ങൾക്ക് ഫേസിങ് ഓപ്പറേഷൻ ചെയ്തു. ഫേസിങ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ടൂൾ എവിടെ കൊണ്ടുവെക്കണം? ടൂൾ എവിടം വരെ മൂവ് ചെയ്യണം? ഫേസിങ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി 0 എക്സ് 0 ഇസഡ് 0 ഇരിക്കുന്ന ടൂളിനെ എനിക്ക് എവിടം വരെ മൂവ് ചെയ്യണം? സെൻറ്റർ വരെ മൂവ് ചെയ്യണം. സെൻറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? സെൻറ്ററിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എത്ര ഡിസ്റ്റൻസാണ് മൂവ് ചെയ്യേണ്ടത്? എക്സിലാ -10 മൂവ് ചെയ്യണം. അപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ ഏത് കോഡാണ് ഉപയോഗിക്കേണ്ടത്? G00 ആണോ G01 ആണോ ഫേസിങ് ഓപ്പറേഷന് വേണ്ടിയിട്ട്? G01 എന്ന് പറഞ്ഞ കോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് എവിടം വരെ മൂവ് ചെയ്യണം? -10. ഇസഡിൻ്റെ മാറ്റമൊന്നും ഇല്ലല്ലോ. വേണമെങ്കിൽ ഇസഡ് 0 കൊടുക്കാം. ഇസഡ് മാറ്റം ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫീഡ് എത്ര കൊടുക്കണ്ടേ? ഫീഡ് ഞാൻ വാല്യൂ തന്നിട്ടില്ല. ഞാനൊരു ഫീഡ് 100 കൊടുക്കാമല്ലോ. ഫീഡ് നിങ്ങൾ 100 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്തിരിക്കുന്ന ഫീഡ് എത്ര ആണോ അതങ്ങ് വർക്ക് ആയിക്കോളും. പക്ഷെ നമ്മുടെ ലോജിക്കിന് നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് എന്തുവാ ചെയ്യണ്ടേ? ഇനി നമ്മൾ ഫേസിങ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ടൂൾ എന്തെടുക്കണം? ഫേസിങ് ഓപ്പറേഷൻ കഴിഞ്ഞു.
ടൂള് റിട്രീവ് ചെയ്യണം കേട്ടോ. ടൂൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ ആ ടൂള് നമുക്ക് നേരെ താഴോട്ട് വലിക്കാൻ പറ്റത്തില്ല. നേരെ താഴോട്ട് വലിച്ച് എന്ത് സംഭവിക്കും? നേരെ താഴോട്ട് വലിക്കാൻ പറ്റത്തില്ല. നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് വീഴും. അപ്പം നേരെ താഴോട്ട് വലിക്കാതെ ആദ്യം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? പോസിറ്റീവ് ഡയറക്ഷനിലോട്ട്. പോസിറ്റീവ്. ഓക്കെ അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. കാരണം ഇവിടെ ഇൻക്രിമെൻ്റൽ അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇനി പോസിറ്റീവ് മൂവ് ചെയ്ത് പിന്നെ ഒറിജിനിൽ കൊണ്ടുവച്ച് അതിൽ നല്ലത് നമുക്ക് ഈ പോയിന്റിൽ തന്നെ സ്റ്റാർട്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ സെൻട്രലല്ലേ നിൽക്കുന്നത്, വർക്ക് പീസിൻ്റെ സെൻട്രലല്ലേ നിൽക്കുന്നത് ടൂള്. വർക്ക് പീസിൻ്റെ സെൻട്രലല്ലേ നിൽക്കുന്ന ടൂള്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഈ ഒരു കർവ് അല്ലേ വേണ്ടത്, സർക്കുലർ ഇൻ്റർപോളേഷൻ കർവ് അല്ലേ വേണ്ടത്? ആണോ? അപ്പം സത്യം പറഞ്ഞാൽ ഇവിടുന്ന് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. സർക്കുലർ ഇൻ്റർപോളേഷൻ കർവ് നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പം. അപ്പോൾ N04 കൊടുക്കുക. സർക്കുലർ ഇൻ്റർപോളേഷൻ്റെ ഫോർമുല എന്താണ്? G02 ആണ്. ഓക്കെ, G02. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിന്റ് ഇപ്പം നിൽക്കുന്ന പോയിന്റ് എവിടാ? X-10ലും X-10ലും Z എവിടാണ്? Z0. അപ്പം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒറിജിൻ. ഇപ്പോഴത്തെ ഒറിജിൻ എവിടെ? X-10ലും Z0 എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒറിജിൻ. ആ പോയിന്റിനെ ബേസ് ചെയ്ത് എനിക്ക് ടൂളിനെ എങ്ങോട്ടാണ് കൊണ്ടുവരണ്ടേ? എങ്ങോട്ടാണ് കൊണ്ടുവരണ്ടേ? ഞാനൊരു ടൂൾ വെച്ചേക്കുന്നുണ്ടോ? ഇവിടല്ലേ കൊണ്ടുവരണ്ടേ? അപ്പം സർക്കുലർ ഡയറക്ഷന് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് കോഡ് കൊടുത്തിട്ടുണ്ട്? G02 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വന്ന് ചേരേണ്ട ലാസ്റ്റ് ഫൈനൽ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് അതെങ്ങനെയാണ്? ഈ ഒരു കോർഡിനേറ്റ് നിങ്ങൾ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എത്താൻ പറ്റത്തുള്ളൂ? ഇങ്ങനെ എത്താൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ നോക്കിയാൽ മതി. സമയം കഴിഞ്ഞോ? ഓക്കെ, ഈ ഒരു സെഷൻ നമ്മൾ ചെറുതായിട്ട് നമുക്ക് പറഞ്ഞിട്ട് നിർത്താം. നിങ്ങൾ നോക്കി, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇവിടെ എത്തണം. സർക്കുലർ രീതി എത്തണം. അപ്പം നിനക്ക് സത്യം പറഞ്ഞാൽ ലീനിയറായിട്ട് എത്തുകയെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇവിടെ എത്തണം അല്ലേ? എന്നിട്ട് തിരിച്ച് ഇവിടെ വരണം. അങ്ങനെയല്ലേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യമേ X എത്ര മൂവ് ചെയ്തേക്കുന്നത്? ഇതല്ലേ നമ്മുടെ പുതിയ ഒറിജിൻ. X എത്ര മൂവ് ചെയ്തേക്കുന്നത്? X +10 മൂവ് ചെയ്യുന്നു. കാരണം +10 എന്ന് പറയാൻ കാരണം എന്താ? താഴോട്ട് മൂവ് ചെയ്യുന്നത്. ഇനി Z എത്ര മൂവ് ചെയ്യണം? Z -10 മൂവ് ചെയ്യണം. പക്ഷെ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, സർക്കുലർ ഇന്റർപോളേഷൻ വരുമ്പോഴത്തേന് X-ഉം Z-ന്റെ ഡയമെൻഷൻസ് മാത്രം കൊടുത്താൽ പോരാ, പിന്നെ എന്തും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്തുകൂടെ കൊടുക്കണം? IJ കൊടുക്കണം. ഇവിടെ നമുക്ക് എന്ത് മാത്രം കിട്ടും? ഈ J ഉണ്ടോ? ഇല്ല. I-യും K-യും മാത്രം കൊടുത്താൽ മതി. എന്നാൽ I എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലർ ഇതല്ലേ, നമ്മുടെ സർക്കിളിന്റെ സെന്റർ ഇതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കിളിന്റെ സെന്റർ. ഏത്? ആ സർക്കിളിന്റെ സെന്റർ മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കിളിന്റെ സെന്റർ ഏതാണോ ആ സർക്കിളിന്റെ സെന്റർ മുതൽ ഇപ്പോൾ നമ്മളുടെ ടൂള് ഈ സർക്കിളിന്റെ സെന്റർ മുതൽ ഇപ്പോൾ നമ്മുടെ ടൂള് നിൽക്കുന്ന പോയിന്റ് വരെയുള്ള അതായത് ഇനിഷ്യലി ഒറിജിൻ ഉണ്ടല്ലോ, ആ ഒറിജിൻ വരെയുള്ള എക്സ് ഡിസ്റ്റൻസ് എത്ര? സോറി, അതായത് ഇതിനകത്ത് എക്സ് ഡാർഷോ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെയുള്ള എക്സ് ഡാർഷോ ഡിസ്റ്റൻസ് എത്ര? 10 ആണോ എക്സ് ഡാർഷോ ഡിസ്റ്റൻസ്? ഇല്ല, അവ തമ്മിൽ എക്സ് ഡാർഷോ ഡിസ്റ്റൻസ് ഉണ്ടോ? ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ എക്സ് ഡാർഷോ ഡിസ്റ്റൻസ് ഉണ്ടോ?
ഇല്ല. എക്സ് ഇവിടെ വെർട്ടിക്കൽ അല്ലേ? എക്സ് ഇവിടെ വെർട്ടിക്കൽ അല്ലേ? ആ 2 പോയിന്റുകൾ തമ്മിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. ഈ 2 പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് എനിക്ക് വരയ്ക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്ററും ഒരു പോയിന്റ് എൻ്റെ ഒറിജിനുമാണ്. അതായത് എൻ്റെ ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുന്നുള്ള ഒറിജിൻ. അപ്പോൾ ആ ഒറിജിനിൽ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററും ആ ഒരു ഒറിജിനുമായിട്ട് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടോ? എക്സ് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താ കൊടുക്കണ്ടേ? I0. I0. ഓക്കെ.